ദൈവത്തിന് മഹത്വം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 23-ാം വാക്യം. അതിനവൻ, ഇന്ന് നീ അവൻ്റെ അടുക്കൽ പോകുന്നത് എന്തിന്? ഇന്ന് അമാവാസ്യയല്ല, ശബത്തും അല്ലല്ലോ എന്ന് പറഞ്ഞു. വേണ്ടതില്ല എന്ന് അവൾ പറഞ്ഞു. ഏലീശ പ്രവാചകൻ ശൂനേമിലേക്ക് പോയപ്പോൾ അവിടെ ധനികയായ ഒരു സ്ത്രീ ഏലീശ പ്രവാചകനെ വീട്ടിൽ ക്ഷണിക്കുകയും ഭക്ഷണം നൽകുകയും ഏലീശയ്ക്ക് ഒരു മാളിക മുറി പണിതുണ്ടാക്കി അതിലൊരു കട്ടിലും മേശയും നാൽക്കാലിയും നിലവിളക്കും വെച്ച് ഏലീശയെ ബഹുമാനിക്കുമ്പോൾ ആ വീട്ടിൽ വന്ന് പാർത്ത് പ്രാർത്ഥിക്കുന്ന, ഭക്ഷണം കഴിച്ച് കൂട്ടായ്മ ആചരിക്കുന്ന പ്രവാചകൻ ആ വീട്ടിലുള്ള ശൂന്യമായ അവസ്ഥയ്ക്ക് ഇത്ര താല്പര്യത്തോടെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇതെല്ലാം ചിലവ് ചെയ്ത നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയും അവൾക്കും അവളുടെ ഭർത്താവിനും മക്കളില്ലാതിരുന്നപ്പോൾ വാഗ്ദത്തമായി ഒരു മകനെ ദൈവം പ്രവാചകന്റെ ദൂതിനാൽ നൽകി. ആ മകൻ ക്ഷീണിതനായി മരിച്ചുപോയ മകനെ മാളിക മുറിയിൽ ഏലീശ കിടന്ന കട്ടിലിൽ കിടത്തി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിൻ്റെ വീട്ടിൽ പ്രാർത്ഥനാ മുറിയുണ്ടെങ്കിൽ ഒരഭിഷിക്തൻ വന്നു പാർത്ത, കാൽ ചവിട്ടിയ ഒരിടമുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് മരിച്ച വിഷയത്തെ ഏൽപ്പിച്ചാൽ അവിടെ ജീവൻ വ്യാപരിക്കും. കട്ടിലിന്മേൽ കിടത്തി അവൾ വേഗത്തിൽ പുറത്തിറങ്ങി. അവൾ പറയുന്നു, ഞാൻ ദൈവപുരുഷന്റെ അടുക്കൽ പോയി വരട്ടെ. ഭർത്താവ് പറയുന്നു, നീ എന്തിനാണ് ഇന്ന് പോകുന്നത്? അമാവാസ്യയല്ല, ശബത്തുമല്ല. പ്രാർത്ഥനയ്ക്കോ ആരാധനയ്ക്കോ ദൈവിക പ്രവൃത്തിക്കോ സാധ്യതയുള്ള ഒരു സമയമല്ല. ദൈവികമായ ഇടപെടലും ദൈവികമായ സംസർഗവും ഉണ്ടാകുവാനുള്ള സാഹചര്യം ഉള്ള കാലഘട്ടമല്ല. പക്ഷേ അവൾ പറയുന്നു, മനുഷ്യൻ കൽപ്പിച്ചിരിക്കുന്ന സകല സമ്പ്രദായങ്ങൾക്കും അപ്പുറം എൻ്റെ പ്രശ്നം, എൻ്റെ പ്രതിസന്ധി, എൻ്റെ വേദന വളരെ വലുതാണ്. അതുകൊണ്ട് മാനുഷികമായ ചട്ടക്കൂടുകളോ സമ്പ്രദായങ്ങളോ ശീലങ്ങളോ പരിചയങ്ങളോ അനുവദിക്കുന്നതിന് അപ്പുറമായി എനിക്കൊരു പ്രാർത്ഥനാ മുറിയും ഒരു ദൈവിക ഇടപെടലും ആവശ്യമെന്ന് മനസ്സിലാക്കിയ ഈ സ്ത്രീ പ്രവാചകന്റെ അടുക്കിലേക്ക് പോവുകയാണ്. എലീശ ഗേഹസിയെ അയക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ അവൾ നിർബന്ധമായും പറയുന്നു, ഇല്ല യജമാനനെ, നീ തന്നെ എൻ്റെ വീട്ടിലേക്ക് വരണം. എല്ലാ മാനുഷികമായ ചട്ടക്കൂടുകളെയും പരിചയങ്ങളെയും ശീലങ്ങളെയും മനുഷ്യൻ വിധി എഴുതിയിരിക്കുന്ന അതിരുവച്ചിരിക്കുന്ന വരമ്പുകളെയും തരണം ചെയ്ത് അപ്പുറം കടന്ന് ഒരു വിടുതലിന് വേണ്ടി വ്യഗ്രതപ്പെടുന്ന ദൈവവിടുതലിന് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. ഇന്ന് ശബത്തോ അമാവാസ്യയല്ല. അവൾ പറയുന്നു, വേണ്ടതില്ല,
എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുവാൻ ഞാൻ മനുഷ്യൻ്റെ പരിഗണനകളെ ആവശ്യപ്പെടുന്നില്ല. അതിനപ്പുറം എനിക്ക് ഒരു വിടുതൽ വേണം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ സാന്നിധ്യം ഇന്നത്തെ ദിവസം ജനത്തിന് പകരണമേ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും ദൈവിക ഇടപെടലുണ്ടാകണമേ. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.